അവൻ എവിടെ പോയി, അവൻ എങ്ങനെ പോയി, അവൻ എന്തിനു പോയി, അവൻ എപ്പോൾ പോയി, അവൻ എപ്പോൾ പോകും. കുറച്ച് സെന്റൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഈ സെന്റൻസസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെന്റൻസസ് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുക? ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവൻ, പോയി, ഈ രണ്ട് വേർഡ് കോമൺ ആയിട്ട് എല്ലാ സെന്റൻസസിലും ഉണ്ട്. ഇവിടെ ചേഞ്ച് എന്ന് പറയാൻ ഈ സെന്ററിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രമാണ് ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇംഗ്ലീഷിലോട്ടേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെന്റൻസിന്റെ ഏറ്റവും ആദ്യമാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഏതാ ക്വസ്റ്റ്യൻ വേർഡ്? എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ ഈ ഫസ്റ്റ് സെന്റൻസിൽ എവിടെ എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക ഇംഗ്ലീഷിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. എവിടെ എന്നുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? വേർ. അവൻ പോയി എന്നാണ് നോക്കേണ്ടത്. വേർ ഡിഡ് ഹി ഗോ? വേർ ഡിഡ് ഹി ഗോ? ഇവിടെ പോയി എന്ന് പറയുന്നത് പാസ്റ്റിലുള്ള ഒരു വേർഡ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്തത്. ഡിഡ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ വേർ ഡിഡ് ഹി ഗോ? അവൻ എങ്ങനെ പോയി? എങ്ങനെ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഹൗ. ബാക്കി എന്തായിരിക്കും? അവൻ പോയി എന്ന് തന്നെയാണ് വരുന്നത്. സോ ഹൗ ഡിഡ് ഹി ഗോ? ഹൗ ഡിഡ് ഹി ഗോ? അടുത്തത് അവൻ എന്തിനു പോയി? എന്തിനു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? വൈ. അപ്പൊ വൈ ഡിഡ് ഹി ഗോ? അടുത്തത് എപ്പോൾ. എപ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? വെൻ. വെൻ ഡിഡ് ഹി ഗോ? ലാസ്റ്റ് സെന്റൻസ് എന്താ? അവൻ എപ്പോൾ പോകും? ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹീ ആണ്. എപ്പോൾ എന്ന് പറയുന്നത് അവൻ ഹീ. എപ്പോൾ എന്നുള്ളത് വെൻ. പോകും, പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയാ. പോകുക, പോകുക, ഗോ. ഇതൊരു ഫ്യൂച്ചറിലുള്ളൊരു സെന്റൻസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓക്സിലിയറി വേർബ്, അതായത് ഹെൽപ്പിംഗ് വേർബ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഇതിനുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഈ ഒരു സെന്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം. താങ്ക് യു. English Mitra. Stop worrying, start learning.